can we use hard time? Having a hard time. ചില പ്രയാസങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ശാരീരികമായോ മാനസികമായോ ഞാൻ ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്കിത് ചെയ്യുവാൻ കഴിയില്ല എന്ന രീതിയിലാണ് ഹാവിങ് എ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത്. അതായത് ദർ ആർ സം ഡിഫിക്കൽട്ടീസ്, ഈ ഒരു അർത്ഥത്തിലാണ് ഹാവിങ് എ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എ ഹാർഡ് ടൈം ആൻസറിങ് യുവർ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ എ ഹാർഡ് ടൈമിന് മുൻപിൽ ഹാവിങ്ങും അതിനുശേഷം ആൻസറിങ്ങും രണ്ടും ING ഫോമിലാണെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഐ ഹാവ് എ ഹാർഡ് ടൈം എഗ്രീയിങ് ടു ദ ടേംസ്. ഈ നിബന്ധനകൾ അംഗീകരിക്കുന്നതിൽ എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്നതായ ഒരു പ്രശ്നത്തെക്കുറിച്ച് പറയാനാണ് ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത്. യു ആർ ഹാവിങ് എ ഹാർഡ് ടൈം ലേണിംഗ് ന്യൂ സ്കിൽസ്. അതായത് പുതിയ കഴിവുകൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ അല്പം പ്രയാസം അനുഭവപ്പെടുന്നു. അതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഷീ ഈസ് ഹാവിങ് ആൻ എക്സ്ട്രീംലി ഹാർഡ് ടൈം മാനേജിങ് ടൈം. അതായത് സമയം ചെലവഴിക്കുന്ന കാര്യത്തിൽ അവൾക്ക് വളരെയധികം പ്രയാസം അനുഭവിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ മറ്റൊന്ന്, ഐ എം ഹാവിങ് ആൻ എക്സ്ട്രീംലി ഹാർഡ് ടൈം വിത്ത് മൈ വൈഫ്. എൻ്റെ ഭാര്യയോടൊപ്പം ചെലവഴിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലാണ് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, എന്നാൽ അത് മാറ്റിയെടുക്കുവാൻ കഴിയുന്നതുമാണ്. ഇത്തരം കാര്യങ്ങൾ പറയുവാനാണ് ഹാവിങ് എ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത്. ഐ ആം ഹാവിങ് എ ഹാർഡ് ടൈം ഡൗൺലോഡിങ് മ്യൂസിക് ഫ്രം ദിസ് വെബ്സൈറ്റ്. അതായത് ഈ വെബ്സൈറ്റിൽ നിന്നും മ്യൂസിക് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ എന്തോ പ്രയാസം അനുഭവപ്പെടുന്നു. എനിക്ക് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നന്നായൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഹാവിങ് എ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ബുദ്ധിമുട്ട്, അതായത് ഒരു പ്രത്യേകമായൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനെ പറയാനും ഹാർഡ് ടൈം ഉപയോഗിക്കാൻ കഴിയും. അതായത് ഐ ഹാഡ് എ ഹാർഡ് ടൈം അറ്റ് ഫസ്റ്റ് ടൈം വിത്ത് ദിസ് ജോബ്. ആദ്യ കാലഘട്ടങ്ങളിൽ എനിക്ക് ഈ ജോലി ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നീട് ജോലിയൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിമുട്ടൊക്കെ മാറി. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇത് പറയുന്നത്. ഐ ഹാഡ് എ ഹാർഡ് ടൈം അറ്റ് ഫസ്റ്റ് ടൈം വിത്ത് ദിസ് ജോബ്. അതുപോലെ മറ്റൊരു സിറ്റുവേഷനാണ്, ഹി ഹാഡ് എ ഹാർഡ് ടൈം ആഫ്റ്റർ ദ ഓപ്പറേഷൻ ആൻഡ് ലേറ്റർ ഹി സ്ലോലി റിക്കവേർഡ്. അതായത് ഓപ്പറേഷന് ശേഷം അദ്ദേഹം വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം പതിയെ റിക്കവർ ചെയ്തു, പതിയെ സുഖം പ്രാപിച്ചു. ഇവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെക്കുറിച്ചും അതുപോലെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചും പറയാനാണ് ഹാർഡ് ടൈം ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റൊരു സിറ്റുവേഷൻ, ഐ ഹാഡ് എ ഹാർഡ് ടൈം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പീപ്പിൾ. ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു തരത്തിലാണത് മാറ്റിയെടുത്തത് എന്ന അർത്ഥത്തിലാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. പണ്ട് സ്പെസിഫിക്കായൊരു പ്രശ്നമുണ്ടായിരുന്നു എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് ഹാർഡ് ടൈം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, പല ബുദ്ധിമുട്ടുകൾ ഒരു കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് ഹാർഡ് ടൈംസ് ഉപയോഗിക്കുന്നത്. വി ഹാവ് ഹാഡ് സം ഹാർഡ് ടൈംസ് ബട്ട് വി ഹാവ് കം ത്രൂ. ഞങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്ത് കടന്നു വന്നിരിക്കുകയാണ്. ഐ തിങ്ക് ദോസ് ഹാർഡ് ടൈംസ് പ്രൊവൈഡ് ദ മോട്ടിവേഷൻ. അതായത് ആ പ്രയാസകരമായ കാലങ്ങൾ വളരെയധികം പ്രചോദനം നൽകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ദേ ഹാഡ് ദെയർ ഹാപ്പി ടൈംസ് ബട്ട് ദേ ഹാഡ് ദെയർ ഹാർഡ് ടൈംസ് ടു. അവർക്ക് സന്തോഷകരമായ കാലം ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് സങ്കടകരമായ കാലങ്ങളും, അതായത് പ്രയാസകരമായ കാലങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് ഹാർഡ് ടൈം എന്നതിൻ്റെ ഉപയോഗം. 3 രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. എ ഹാർഡ് ടൈം ആൻഡ് ഹാർഡ് ടൈംസ്. ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാൻ എ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നു. അതുപോലെ ഹാർഡ് ടൈം ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച്, ഒരു ബുദ്ധിമുട്ടിനെക്കുറിച്ച് പറയാൻ ഹാർഡ് ടൈമും, അനേകം പ്രശ്നങ്ങളെ നേരിട്ടിരുന്നു എന്ന് പറയാൻ ഹാർഡ് ടൈംസും ഉപയോഗിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.